ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അലാ നിഅമത്തിൽ ഇസ്ലാം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ജസല്ലാഹു അന്നാ അഹ്മദൻ ഖൈറ മാ ജസാ ഫമുദ് ജാഅനാ ബിൽ ഹഖ് ഫൽ ഹഖ് വബലജു. ഇസ്ലാമിക ശിക്ഷാവിധികൾ, ആ വിധികളുടെ യുക്തിയും ശാസ്ത്രീയതയും എന്നതാണ് വിഷയം. ക്രിമിനോളജിയുടെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനശാഖയാണ് പെനോളജി എന്ന് പറയുന്നത്. ശിക്ഷകളെക്കുറിച്ചുള്ള പഠനം. അത് ഇസ്ലാമിനകത്ത് മാത്രമല്ല, മതത്തിനകത്ത് മാത്രമല്ല, മതമില്ലാത്ത ആളുകളും ശിക്ഷയെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ശിക്ഷാവിധികൾ, അതിൻ്റെ ശാസ്ത്രീയതയും യുക്തിയും ആണ്. ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന അഹ്കാമുകളുടെ, വിധിവിലക്കുകളുടെ ശാസ്ത്രീയത, യുക്തി പരിശോധിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന അഹ്കാമുകളിൽ നമ്മൾ യാതൊരു യുക്തിയും കാണുന്നില്ലെങ്കിൽ തന്നെയും, നമുക്ക് കണ്ടെത്താനായിട്ടില്ലെങ്കിൽ തന്നെയും അത് അംഗീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഈ ലോകമുണ്ട്, ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവ് ഒരു പ്രവാചകനെ അയച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ, സ്രഷ്ടാവിൻ്റെ നിയമങ്ങളാണ് പറയുന്നത്. ഈ നിയമങ്ങൾ അനുസരിക്കാൻ, അതിന് വിധേയപ്പെടാൻ സൃഷ്ടികളായ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന ബോധ്യം, ഈ ബോധ്യത്തിൽ നിന്നായിരിക്കണം ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളെയും നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ മറ്റ് യുക്തിയൊന്നും തോന്നുന്നില്ലെങ്കിൽ തന്നെയും ഈ എല്ലാ അഹ്കാമുകളും അംഗീകരിക്കാനും അതിന് വഴിപ്പെടാനും നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൻ്റെ മുന്നേ, എന്നല്ല എല്ലാ യുക്തി ശാസ്ത്രീയത വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ലാം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ ശിക്ഷകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ക്രൈം ചെയ്താൽ അതിന് നിശ്ചിതമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ തെറ്റുകൾക്കും ഇസ്ലാം ദുനിയാവിൽ തന്നെ, ഇഹലോകത്ത് തന്നെ ശിക്ഷ പറഞ്ഞിട്ടില്ല എന്നതാണ്. അതിൻ്റെ വിധി ഒന്നാണെങ്കിലും, ഉദാഹരണം യൂറിൻ കുടിക്കുക എന്നത് ഹറാമാണ്. അതുപോലെ മദ്യം കുടിക്കലും ഹറാമാണ്. പക്ഷേ യൂറിൻ കുടിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് ഭരണാധികാരിയുടെ മുന്നിൽ ശിക്ഷക്ക് അദ്ദേഹം അർഹനായിത്തീരുന്നില്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്ര നിയമത്തിൻ്റെ ശിക്ഷക്ക് അദ്ദേഹം അർഹനായിത്തീരുന്നില്ല. അതേസമയം മദ്യപിക്കുന്ന ആൾ, അദ്ദേഹത്തിന് രാഷ്ട്രം, ഭരണാധികാരി ശിക്ഷ നൽകും. എന്തേ വ്യത്യാസം? രണ്ടും ഹറാമ് തന്നെയല്ലേ? അപ്പോൾ ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമങ്ങളിൽ ചിലത് ശിക്ഷയുള്ളതാണ് ദുനിയാവിൽ തന്നെ, ചിലത് ശിക്ഷയില്ലാത്തതാണ്. രണ്ടും തെറ്റാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു കാര്യം അയിമ്മത്ത് പറയുന്നത്, അൽ വാസിഉ ത്വബീഇയ്യു യക്ഫി അനിൽ വാസിഇ ശർഈ. നമ്മുടെ ഉള്ളിൽ തന്നെ മനുഷ്യൻ്റെ പ്രകൃതിയിൽ തന്നെ വെറുക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. അത്തരം കാര്യങ്ങൾക്ക് പിന്നെ മതം അല്ലെങ്കിൽ രാഷ്ട്രം ഒരു ശിക്ഷ വെക്കേണ്ടതില്ല എന്നാണ്. ഇപ്പോൾ നമ്മൾ എടുത്ത ഉദാഹരണം തന്നെയാണെങ്കിൽ, യൂറിൻ കുടിക്കുക എന്നത് അത് സാധാരണ വ്യക്തികൾ ചെയ്യൂല, കോമൺ സെൻസ് ഉള്ള ആരും ചെയ്യുന്നില്ല എന്നല്ല, അത് കേൾക്കുമ്പോൾ തന്നെ അറപ്പാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ പിന്നെ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ശിക്ഷ വെക്കേണ്ടത് ആവശ്യമില്ല. അതേസമയം മദ്യപിക്കുക എന്നത് അങ്ങനെയല്ല. അതിൽ ജനങ്ങൾക്ക് ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്, അതിനുവേണ്ടി ജീവിതം മുഴുവൻ നീക്കി വെക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ ശിക്ഷ വേണം. ഇങ്ങനെ ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങളും, തെറ്റായ എല്ലാ കാര്യങ്ങൾക്കും ശിക്ഷയില്ല. മനുഷ്യന് ആസക്തി തോന്നുന്ന, ആനന്ദം തോന്നുന്ന കാര്യങ്ങൾക്കാണ് പൊതുവെ ശിക്ഷ വെച്ചിട്ടുള്ളത്. ഇനി ഇസ്ലാമിലെ ശിക്ഷാവിധിയിലേക്ക് വരുമ്പോൾ 3 തരത്തിലാണ് അതിൻ്റെ കാറ്റഗറൈസേഷൻ ഉള്ളത്. 1 തഅ്സീർ എന്നതാണ്, 2 അൽ ഖിസാസ്, 3 ഹുദൂദ്. ഇങ്ങനെ 3 തരം ശിക്ഷകളാണ് ഇസ്ലാമിലുള്ളത്.
അതിലൊന്ന് തഅ്സീർ എന്നതാണ്. തഅ്സീർ എന്ന് പറയുന്നത് ഓരോ കാലത്തും അതത് കാലത്തെ ഭരണാധികാരി അല്ലെങ്കിൽ അതത് കാലത്തെ ഗവൺമെൻറ് അവരുടെ ഗവേഷണ പഠന നിഗമനങ്ങൾക്കനുസരിച്ച് എന്തൊക്കെ ശിക്ഷ വേണം എന്ന് തീരുമാനിക്കുന്ന പ്രക്രിയക്കാണ് തഅ്സീർ എന്ന് പറയുക. ഇതിന് നിർണിതമായ ഒരു ശിക്ഷാരീതിയില്ല. ചില ശിക്ഷകൾ മദ്യപാനത്തിന് 80 അടിയാണ്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്തതാണ് തഅ്സീർ. തഅ്സീറിന് നിർണിതമായൊരു രൂപമില്ല. അത് അതത് കാലത്തെ അതത് ദേശത്തെ ഭരണാധികാരികൾക്ക് അവരുടെ ഗവേഷണങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്. എന്നല്ല, ഇവിടെ ആ വ്യക്തിയെ കൂടെ പരിഗണിച്ചിട്ടായിരിക്കും ശിക്ഷ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ കാണും, കോടതി അദ്ദേഹത്തെ ശാസിച്ചു വിട്ടു എന്ന് കാണും, അല്ലെങ്കിൽ കോടതി പിരിയുന്നത് വരെ നിൽക്കാൻ കൽപ്പിച്ചു, കോടതി പിരിഞ്ഞു പോയിട്ടേ അദ്ദേഹത്തിന് ഇരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ കോർട്ട് ഹാളിൽ നിന്ന് പുറത്തു പോകാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള ശിക്ഷകൾ ചിലപ്പോൾ ഒക്കെ നമ്മൾ പത്രത്തിലും മറ്റൊക്കെ വായിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ശിക്ഷകളാണ് തഅ്സീർ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയെ പരിഗണിച്ചിട്ട് ആ കുറ്റകൃത്യത്തിൻ്റെ സീവിയറിറ്റി, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയുണ്ട് എന്ന് പരിഗണിച്ചുകൊണ്ട് അതത് കാലത്ത് പറയുന്ന ശിക്ഷകളാണത്. ഈ ശിക്ഷകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മറ്റുള്ള സംസ്കാരത്തിൽ നിന്ന് പോലും കടമെടുക്കാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന്, ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യം വെറുതെ സങ്കല്പിക്കുക. ആ ഇസ്ലാമിക രാജ്യത്ത് ഇവിടെ ഓൾറെഡി ഉള്ള ശിക്ഷാ നിയമങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നതാണ്. ഉദാഹരണത്തിന് IPC, ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡ് ഇസ്ലാമിക ശിക്ഷാ നിയമത്തിൻ്റെ പരിധിയിൽ വരുമോ? വരും. തഅ്സീർ എന്ന ഭാഗം, ഇസ്ലാമിൽ നിർണിതമായ ശിക്ഷകളുണ്ട്. ആ ശിക്ഷകളല്ലാത്തിടത്ത് നമുക്ക് IPC, ഒരു പക്ഷേ ഒരു ഇസ്ലാമിക ഭരണാധികാരിയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ പോലും അവിടെ ഈ IPC നടപ്പിലാക്കാം. ഇനി മറ്റൊരു രാജ്യത്താണെങ്കിൽ, മറ്റൊരു കോണ്ടിനെൻറ്റിൽ, മറ്റൊരു ഭൂഖണ്ഡത്തിലാണ് ഈ ഭരണാധികാരി തന്നെ ഭരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് മറ്റൊരു ശിക്ഷാ നിയമം ഉണ്ടാക്കാം. അപ്പോൾ തഅ്സീർ എന്ന് പറയുന്നത് വളരെ ഫ്ലൂയിഡാണ്, അത് ഫ്ലെക്സിബിളാണ്. ഓരോ ദേശത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു ശിക്ഷാ നിയമമാണ് ഇത്. ഇങ്ങനെ ഒരു തഅ്സീർ എന്ന ശിക്ഷാ കാറ്റഗറി ഇസ്ലാമിലുണ്ടെന്ന് പലർക്കും അറിയില്ല. ഈ അറിയാത്തതിൻ്റെ പ്രശ്നം നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിരീശ്വരവാദികൾ അല്ലെങ്കിൽ മതവിമർശകർ ഉന്നയിക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിൽ ഒരു ആരോപണമാണ് ബെസ്റ്റാലിറ്റി, മൃഗരതിക്ക് ശിക്ഷയില്ല, ഹദ്ദില്ല എന്ന് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം മൃഗരതിയെ അല്ലെങ്കിൽ മൃഗഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന്. അങ്ങനെ കിതാബിൽ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഇസ്ലാമിക ശിക്ഷാ നിയമത്തിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശിക്ഷയില്ല എന്ന് പറയുന്നില്ല. അവിടെ ഹദ്ദ് ഇല്ല. നമ്മൾ പറഞ്ഞു 3 കാറ്റഗറി ഉണ്ട്. ആ 3 കാറ്റഗറിയിലെ ഹദ്ദില്ല എന്നാണ് പറയുന്നത്. അതേസമയം അതത് കാലത്തെ ഭരണാധികാരി നിശ്ചയിക്കുന്ന ശിക്ഷ അതിനുണ്ടാകും, തഅ്സീർ ഉണ്ടാകും. അപ്പോൾ ഈ തഅ്സീർ ഉണ്ടെന്നത് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമത്തെക്കുറിച്ച് പേജുകൾ എഴുതി നിറച്ചവർ അവർക്ക് പലർക്കും അബദ്ധം പിണഞ്ഞിട്ടുണ്ട് എന്ന്. രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് അൽ ഖിസാസ് എന്ന് പറയുന്നത്. ഖിസാസ് എന്ന് പറയുന്നത് പ്രതിക്രിയ. ഒരു വ്യക്തി എന്ത് തെറ്റാണോ ചെയ്തത് അതേ സീവിയറിറ്റി, അതേ ഇൻറ്റൻസിറ്റിയിൽ, അതേ തീവ്രതയിൽ അദ്ദേഹത്തിനെ ശിക്ഷിക്കുക. ഇതാണ് അൽ ഖിസാസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, കാതിന് കാത്. ഈ ഒരു ശൈലി ഇതും ഇസ്ലാമിലുണ്ട്. ഇതിനാണ് അൽ ഖിസാസ് എന്ന് പറയുന്നത്. ഈ ഖിസാസ് ഇസ്ലാം നടപ്പിലാക്കുന്നതിന് 2 ഒബ്ജക്റ്റീവ്സ്, ലെജിസ്ലേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഒന്ന് അസ്സജ്റു, ജനങ്ങളെ ഭയപ്പെടുത്തുക. ഒരു വ്യക്തി കൊലപാതകം ചെയ്താൽ ആ വ്യക്തിയെ തിരിച്ചു കൊല്ലും, വധിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ ഈ ക്രൈം ചെയ്ത ആൾക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, ഡെത്ത് പെനാൽറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചു കൊല്ലും. ആ തിരിച്ചു കൊല്ലുന്ന ഇത്രയും വലിയ ശിക്ഷ ലഭിക്കും
എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആ സമൂഹത്തിൽ നിന്ന് ആരും ഇത്തരം ഒരു ക്രൂരകൃത്യത്തിന് മുതിരുകയില്ല. ഇതാണ് ഖിസാസ് നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. മറ്റൊന്നാണ് അത്തശഫി എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന്, അവരുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുടെ വർഗീയത ശമിപ്പിക്കുക എന്ന്. ഇത് വലിയ ഒരു ലക്ഷ്യമാണ്. പലപ്പോഴും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്, തൻ്റെ മകളെ ബലാത്സംഗം ചെയ്തു കൊന്ന ആളെ കോടതി വെറുതെ വിട്ടു, പക്ഷേ അച്ഛൻ അദ്ദേഹത്തെ ആ വ്യക്തിയെ വെടിവെച്ച് കൊന്നു. ആ വെടിവെച്ച് കൊന്നത് പിന്നെ അടുത്ത പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. ഇങ്ങനെ എന്ത് ക്രൈമാണോ ഉണ്ടായിട്ടുള്ളത് അതിനനുസൃതമായിട്ടുള്ള ശിക്ഷ നൽകിയിട്ടില്ലെങ്കിൽ ഈ അക്രമത്തിന് ഇരയായ വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ, ഇവർക്ക് വർഗീയത കൂടും. ഈ വർഗീയത ശമിപ്പിക്കുക, ആ ഒരു ഉദ്ദേശം കൂടെ ഖിസാസ് എന്ന് പറയുന്ന ഈ ശിക്ഷാരീതിക്കുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പൊതുവെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിൽ, വ്യത്യസ്ത നാട്ടുകാർ തമ്മിലുള്ള സംഘട്ടനങ്ങൾ ഇല്ലാതെയായി പോകുന്നത്. കാരണം ഒരു കൊലപാതകം നടന്നാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കൈ മുറിച്ചാൽ ഭരണാധികാരി തന്നെ അതിനനുസരിച്ചുള്ള ശിക്ഷ നൽകുകയും ആ ശിക്ഷ നൽകാനുള്ള, ആ ശിക്ഷ ചെയ്യാനുള്ള അധികാരം, അതിനുള്ള ഓപ്ഷൻ ഈ ഇദ്ദേഹത്തിൻ്റെ ആളുകൾക്ക്, ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആരുടെ കൈയാണോ മുറിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് നൽകും എന്നതാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഖിസാസ് എന്ന് പറയുന്നതിൻ്റെ വലിയൊരു ലക്ഷ്യം വർഗീയത ശമിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നിയമങ്ങളാണ് ഖിസാസിൽ വന്നിട്ടുള്ളത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കൈ മുറിച്ചു. ഈ കൈ മുറിച്ച ക്രൈം കുറ്റം ചെയ്ത വ്യക്തി പറയുകയാണ്, എൻ്റെ ശിക്ഷ കൈ മുറിക്കലാണല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ കൈ മുറിക്കാം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുത്തോളണം എന്നില്ല. അതിനുള്ള അർഹത ഇദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്കാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് തന്നെയാണ്. ഇദ്ദേഹത്തിന് അത് ചെയ്യാം. അപ്പോഴേ ആ വർഗീയത, അദ്ദേഹത്തിൻ്റെ ആ പ്രതികാര മനോഭാവം അവിടെ അടങ്ങുകയുള്ളൂ. ഇനി ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒഴിവാക്കിയെടുക്കുകയും ചെയ്യാം, അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണ്ട, എനിക്ക് ഇത്ര നഷ്ടപരിഹാരം തന്നാൽ മതി. ഇങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻസ് ഖിസാസിൽ വെച്ചിട്ടുണ്ട്. ഈ ഖിസാസ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ മാത്രമല്ല, മറ്റു മതങ്ങളിലുമുണ്ട്. ഉദാഹരണത്തിന് ബൈബിൾ ലേവ്യ പുസ്തകത്തിൻ്റെ 24-ാം അധ്യായം 20-ാം വചനത്തിൽ ഖിസാസിനെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ണിന് കണ്ണ്, ജീവന് ജീവൻ എന്ന തത്വം പറയുന്നുണ്ട്. അതുപോലെ ബൈബിളിൻ്റെ തന്നെ നിയമാവർത്തന പുസ്തകം അതിൻ്റെ 19-ാം അധ്യായം 19 മുതൽ 21 മുതലുള്ള വചനങ്ങളിൽ ഖിസാസിനെ കുറിച്ച് പറയുന്നുണ്ട്. മതങ്ങളിൽ മാത്രമല്ല, മതത്തിനു പുറത്തുള്ള തത്വചിന്തകന്മാരും ഖിസാസിൻ്റെ പ്രസക്തിയും അതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫിലോസഫറായിരുന്ന ലോക്കി ഈ ഒരു തത്വം മുന്നോട്ട് വെച്ച ആളാണ്. അദ്ദേഹം ഖിസാസ് എന്ന ടേം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ആശയം മുന്നോട്ട് വെച്ച ആളാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രസകരമായൊരു കാര്യമെന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ ദൈക്ഷണികമായ മുഖത്തെയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്ന സ്യൂഡോ ഇസ്ലാം അവതരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഈ വിഷയത്തിൽ, ഖിസാസിൻ്റെ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത് എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന മണ്ടത്തരമാണ്. ഖിസാസ് എന്ന് പറയുന്നത്, ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പലർക്കും വലിയ നീരസം തോന്നും. എന്തിനാണ് ഇങ്ങനെയൊക്കെ ശിക്ഷിക്കുന്നത്? ഇത് ഇത്രയും പുരോഗമനം നേടിയ ലോകത്ത് പറയാനുള്ള ശിക്ഷയാണോ? പ്രാകൃതമായ ശിക്ഷാരീതിയല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ജമാഅത്തെ ഇസ്ലാമി കണ്ടെത്തിയ മാർഗം, അല്ലെങ്കിൽ അവരുടെ പ്രബോധനത്തിൽ വന്ന ലേഖനത്തിൽ പറയുന്നത്, ഖിസാസ് എന്ന് പറയുന്ന ഒരു സംഗതി, പ്രതിക്രിയ എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്ലാമിലില്ല. അങ്ങനെ ഖിസാസിനെ കുറിച്ച് പറയുന്ന ആയത്തുണ്ടെങ്കിലും അതിന് പ്രതിക്രിയ, അതേ രീതിയിലുള്ള ശിക്ഷ കൊടുക്കുക എന്നതിനർത്ഥമില്ല. അത് മുഫസ്സിറുകൾ അവരുടെ സ്വന്തം വകയായിട്ടുണ്ടാക്കിയതാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രബോധനത്തിൽ എഴുതിയത്. അവർ ചെയ്ത പ്രവർത്തനമെന്ന് പറയുന്നത് ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിച്ചു. ഇസ്ലാമിൻ്റെ നിയമങ്ങളെ തന്നെ മാറ്റി. അതിൻ്റെ യുക്തി ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് അവതരിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇസ്ലാമിനെ തന്നെ മാറ്റിത്തിരുത്തുന്നൊരു ശൈലിയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് അൽ ഹുദൂദ് എന്ന് പറയുന്നത്. ഹുദൂദ് നിശ്ചിതമായ നിർണിതമായ പരിധി വെച്ചിട്ടുള്ള ശിക്ഷാരീതികൾ.
കള്ളുകുടി അതിന് ഇത്ര അടിയാണ്, സിന വ്യഭിചാരം അതിന് ഇന്നതാണ് ശിക്ഷ. ഇങ്ങനെ കൃത്യമായിട്ടുള്ള അളവുകളും കൃത്യമായിട്ടുള്ള നിയമങ്ങളുമുള്ള ശിക്ഷാരീതികൾക്കാണ് അൽ ഹുദൂദ് എന്ന് പറയുന്നത്. ഈ ഹുദൂദിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭരണാധികാരികൾക്ക് അത് ഒഴിവാക്കി കൊടുക്കാൻ പറ്റില്ല എന്നാണ്. ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു, ഭരണാധികാരി പറയാ തൽക്കാലം അദ്ദേഹത്തെ ശിക്ഷിക്കണ്ട എന്ന് പറയാനുള്ള അർഹത അത് ഭരണാധികാരികൾക്കില്ല. അതുപോലെ അത് ഖിസാസിലുമില്ല. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നു, ഈ കൊന്ന വ്യക്തിയെ, കൊലപാതകം ചെയ്ത വ്യക്തിയെ വധശിക്ഷയ്ക്ക് അർഹനാക്കണം, അതിന് വിധേയമാക്കണം. അപ്പോൾ ഭരണാധികാരി ഇടപെട്ട് പറയുകയാണ് അദ്ദേഹത്തിന് വേണ്ട, ഈ ശിക്ഷ തൽക്കാലം ഒഴിവാക്കി കൊടുക്കാം എന്ന് പറയാനുള്ള അധികാരം ഖിസാസിലുമില്ല. കാരണം അങ്ങനെ ഒരു അധികാരം ഭരണാധികാരികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക്, സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നതാണ് അതിൻ്റെ ഹിക്മത്ത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിലെ ശിക്ഷാരീതികൾ 3 തരമാണ്. 1 അത്തഅ്സീറു, 2 അൽ ഖിസാസു, 3 അൽ ഹുദൂദ്. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർക്കാണിത് ചെയ്യാൻ പറ്റുക, ആരാണ് ഈ ദൗത്യം നിർവഹിക്കേണ്ടത്? അതിൻ്റെ മറുപടി ജഡ്ജ്, ഭരണാധികാരി, ഈ 2 പേർക്ക് മാത്രമേ ഇത് ചെയ്യാനുള്ള അധികാരമുള്ളൂ. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണമെന്ന് പറയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ നബിതങ്ങളുടെ ജീവിതകാലത്ത് 3 റോളുകൾ, 3 പദവികൾ വഹിച്ചിട്ടുണ്ട്, 3 ഡ്യൂട്ടികൾ നിർവഹിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഒരു കാളിയുടെ ജഡ്ജിൻ്റെ ഡ്യൂട്ടിയായിരുന്നു. മറ്റൊന്ന് ഇമാം, ഭരണാധികാരിയുടെ ഡ്യൂട്ടിയായിരുന്നു. മൂന്നാമത്തത് ഒരു ദാഴി അല്ലെങ്കിൽ മുദർരിസ്, മുഅല്ലിം, പ്രബോധകൻ എന്ന ഡ്യൂട്ടിയായിരുന്നു. ഈ 3 ഡ്യൂട്ടികളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബിതങ്ങൾ മാത്രമാണ് ചെയ്തത്. നബിതങ്ങൾ അതിന് നേതൃത്വം കൊടുത്തത് എന്നർത്ഥം. അപ്പോൾ നബിതങ്ങൾ ഭരണാധികാരി എന്ന രീതിയിൽ ചെയ്ത കാര്യങ്ങൾ അത് പിൽക്കാലത്ത് ഭരണാധികാരികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഉദാഹരണം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിഹാദിന് പോയിട്ടുണ്ട്, അതുപോലെ ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ജിഹാദിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത് അത് ഭരണാധികാരി എന്ന നിലയിലാണ്. അപ്പോൾ പിൽക്കാലത്ത് ഭരണാധികാരികൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇതുപോലെ നബിതങ്ങൾ 2 വ്യക്തികൾക്കിടയിൽ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ഇത് ഖാളി, ജഡ്ജ്, അല്ലെങ്കിൽ ആ ജഡ്ജിന് പകരം വരുന്ന നായിബ്, ഡെപ്യൂട്ടി, ഇവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത അധ്യാപനം, ഫിഖ്ഹും തസവുഫും അഖീദയും എല്ലാം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, ഇത് അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളുകൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തഅ്സീർ, ഖിസാസ്, ഹുദൂദ്, ഇങ്ങനെ 3 ശിക്ഷാരീതികളുണ്ടെങ്കിലും ഇതെല്ലാവർക്കും എടുത്തുപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. അതിന് അർഹതയുള്ള ആ റോളുകൾ നിർവഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി ഇവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖിസാസിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ 2 സൂറത്തുകളിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സൂറത്തുൽ ബഖറ, മറ്റൊന്ന് സൂറത്തുൽ മാഇദ. ഈ 2 സൂറത്തുകളിലും അതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ. ആ ആയത്തിൻ്റെ അവസാനം വരെ. ഈ ആയത്തിൽ പറയുന്നത്, നിങ്ങളിൽ പ്രതിക്രിയ ഞാനിതാ നിയമമാക്കുന്നു. പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ അൽ ഹുർറു ബിൽ ഹുർരി, സ്വതന്ത്രനെ കൊന്നാൽ സ്വതന്ത്രനെ തിരിച്ചു വധിക്കണം. വൽ അബ്ദു ബിൽ അബ്ദി, അടിമയായ ഒരാളെ കൊന്നാൽ അടിമയായ ആ വ്യക്തിയെ തിരിച്ചു വധിക്കണം. ഇങ്ങനെ ഖിസാസ് നടപ്പിലാക്കിയിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നിയമമാക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇതിൻ്റെ സാഹചര്യം കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അറബികളുടെ ശൈലി, ജൂതന്മാരുടെ ശൈലി എന്ന് പറയുന്നത്, അവരുടെ ഗോത്രത്തിൽ നിന്ന് ഒരാളെ കൊന്നാൽ, മറ്റു ഗോത്രത്തിൽ നിന്ന്, ഇവരുടെ ഗോത്രത്തിൽ നിന്ന് ഒരാളെ കൊന്നാൽ, ഇവർ അപ്പുറത്തെ ഗോത്രത്തിൽ നിന്ന് ആരാണോ ഘാതകൻ, ആ ക്രൈം ചെയ്ത വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന്, വർഗത്തിൽ നിന്ന് 2 ആളുകളെ കൊല്ലുമായിരുന്നു. അതുപോലെ ഒരു പുരുഷൻ സ്ത്രീയെ വധിച്ചാൽ ആ പുരുഷനെ തിരിച്ചു വധിക്കില്ലായിരുന്നു ഇവർ. ഇങ്ങനെ ക്രിമിനോളജിയിൽ അല്ലെങ്കിൽ പെനോളജിയിൽ വ്യക്തമായ പക്ഷപാതിത്വം ഇവർ കാണിച്ചിരുന്നു.
അതാണ് ഖുർആൻ അവിടെ നിഷേധിക്കുന്നത്. ഇത് പാടില്ല. നിങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതേ കാര്യം മാത്രമേ ചെയ്യാവൂ. നിങ്ങൾ വലിയ തറവാട്ടുകാരാണ്, നിങ്ങൾ വലിയ നാട്ടുകാരാണ് എന്ന പേരും പ്രശസ്തിയും പെരുമയും പറഞ്ഞുകൊണ്ട് മനുഷ്യജീവൻ അധികമൊന്നും പൊലിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അർഹതയുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നാണ് ഖുർആൻ ഈ ആയത്തിലൂടെ പറയുന്നത്. അതിൻ്റെ വിശദീകരണം വളരെ ദീർഘമായിട്ട് തന്നെ നമ്മുടെ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ജൂതന്മാരുടെ കാലത്തോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാഹിലിയ കാലത്തോ മാത്രമല്ല നിലനിന്നിരുന്നത്. ഇന്ത്യയിലും ഇത്തരത്തിലുള്ള പക്ഷപാതിത്വങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ, ഈ ജാതി വ്യവസ്ഥയിൽ വ്യക്തമായ പക്ഷപാതിത്വം ഉണ്ടായിരുന്നു. ബ്രാഹ്മണൻ ആയ വ്യക്തി ഒരു വ്യക്തിയെ കൊന്നാൽ അദ്ദേഹത്തിന് ശിക്ഷയില്ല. ശിക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ശിക്ഷയുമില്ല. രണ്ടാളുകളെ കൊന്നാലും ശിക്ഷയില്ല. എന്നാൽ മൂന്നാമത്തെ ഒരു വ്യക്തിയെ, ബ്രാഹ്മണനായ ഒരു വ്യക്തി കൊന്നാൽ ശിക്ഷയുണ്ടായിരുന്നു. ആ ശിക്ഷയെന്ന് പറയുന്നത് വധശിക്ഷയല്ല, നേരെ മറിച്ച് ഇദ്ദേഹത്തിൻ്റെ തല മുണ്ടനം ചെയ്ത് മൊട്ടയടിച്ച് കുതിരപ്പുറത്ത് കയറ്റി അങ്ങാടിയിലൂടെ നടത്തുക, ഇതായിരുന്നു ശിക്ഷ, ബ്രാഹ്മണന് ലഭിച്ചിരുന്ന ശിക്ഷ. അത് തന്നെ മൂന്നാമത്തെ ഒരു കൊലപാതകം ചെയ്താൽ. ക്ഷത്രിയനായ വ്യക്തി കൊലപാതകം ചെയ്താൽ ജാതീയ വ്യവസ്ഥയിലുണ്ടായിരുന്ന ശിക്ഷ എന്ന് പറയുന്നത് പിഴ, ഫൈനായിരുന്നു. വൈശ്യനായ വ്യക്തിയാണെങ്കിൽ ഇംപ്രിസൺമെൻറ്റ്, അദ്ദേഹത്തെ ഹബ്സ്, തടവിലാക്കുക എന്നതായിരുന്നു. അതേസമയം ശൂദ്രനായൊരു വ്യക്തിയാണ് കൊലപാതകം ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ശിക്ഷ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അദ്ദേഹത്തെ വധിച്ചു കളയുക എന്നതായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പെനോളജിയിൽ അല്ലെങ്കിൽ ശിക്ഷാ നിയമത്തിൽ വരുന്ന പക്ഷപാതിത്വം, ജാതീയതക്കനുസരിച്ചും മറ്റും വരുന്ന പക്ഷപാതിത്വം, ഇതിനെയാണ് ഖുർആൻ ഇവിടെ നെഗേറ്റ് ചെയ്യുന്നത്. ഖിസാസ് എന്ന് പറഞ്ഞാൽ തുല്യത എന്നുകൂടെ അതിനർത്ഥമുണ്ട്. തുല്യത ഞാൻ നിങ്ങളിൽ നടപ്പിലാക്കുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇനി ഇങ്ങനെ ഒരു ശിക്ഷാരീതി വേണമോ വേണ്ടയോ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, വധത്തിന് തിരിച്ചുവധം എന്ന് പറയുന്ന നമുക്കൊക്കെ ഒരു പക്ഷേ കേൾക്കുമ്പോൾ വളരെ ക്രൂരമായി തോന്നുന്ന ഒരു ശിക്ഷാരീതി വേണമോ വേണ്ടയോ, ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ വളരെ പുരാതന കാലം മുതലേ നടന്നിട്ടുണ്ട്, ഇക്കാലത്തും നടന്നു വരുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു ശിക്ഷാരീതി പൂർണ്ണമായി തന്നെ എടുത്തൊഴിവാക്കിയ രാജ്യങ്ങളുണ്ട്, ഭാഗികമായിട്ട് എടുത്തൊഴിവാക്കിയ രാജ്യങ്ങളുമുണ്ട്. അതേസമയം ഈ ശിക്ഷാരീതി പൂർണ്ണാർത്ഥത്തിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളുമുണ്ട്. ഇതിലെന്താണ് ഇസ്ലാമിൻ്റെ ശൈലി? ഇസ്ലാം പറയുന്ന നിർദ്ദേശിക്കുന്ന ചില ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിൽ മാത്രം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, ഡെത്ത് പെനാൽറ്റി, വധശിക്ഷ ആകാം എന്നതാണ്. ശ്രീബുദ്ധൻ്റെ കാലത്ത് ശ്രീബുദ്ധൻ അഹിംസ എന്ന തത്വത്തിൻ്റെ വലിയ വക്താവായിട്ട് അറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് വധശിക്ഷയ്ക്കെതിരെ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെതിരെ വലിയ എതിർപ്പുകൾ പ്രകടമായി. പക്ഷേ അക്കാലത്തെ ഭരണാധികാരികളാരും അതൊരു നിയമമായി കൊണ്ടുവരാൻ തയ്യാറായില്ല. അക്കാലത്തെ ഭരണാധികാരികൾ പറഞ്ഞു, അഹിംസ എന്ന് പറയുന്നത് അത് വളരെ നല്ലതാണ്, അനുഷ്ഠാനമെന്ന രീതിയിൽ അത് സ്വീകാര്യമാണ്, ആകർഷണീയമാണ്. പക്ഷേ നിയമവ്യവസ്ഥയിലേക്ക് നമ്മൾ അഹിംസയെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഈ നാട്ടിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും എന്ന രീതിയിൽ ശ്രീബുദ്ധൻ്റെ കാലത്ത് പോലും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എടുത്തു ഒഴിവാക്കണം എന്ന വാദത്തിന് സ്വീകാര്യത ലഭിച്ചിട്ടില്ല. എന്നല്ല, ബുദ്ധ തത്വസംഹിതയുടെ വലിയ വക്താവായിട്ട് അറിയപ്പെടുന്ന അശോക ചക്രവർത്തിയൊക്കെ വളരെ സീരിയസ് ആയിട്ട്, വളരെ ഗൗരവത്തിൽ തന്നെ ഈ ഒരു ശിക്ഷാരീതി നടപ്പിലാക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്ത ആളായിരുന്നു. ഈ രീതിയിലുള്ള വധശിക്ഷ നടപ്പിലാക്കണം എന്ന് പറയുന്ന ആളുകൾ അവരൊരുപാട് ന്യായങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊരു ന്യായമാണ്, ഒരു വ്യക്തി ഏതായാലും മരണപ്പെട്ടല്ലോ, ഇനി എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ കൂടെ കുരുതി കൊടുക്കുന്നത്? മറ്റൊരു ന്യായമാണ്, നമ്മൾ ഘാതകനായ ക്രൈം ചെയ്ത വ്യക്തിയെ കൊന്നാൽ അദ്ദേഹത്തിന് മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ, പുത്രിമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മാതാപിതാക്കൾ എന്നല്ല, ഇദ്ദേഹം ധർമ്മിഷ്ഠനോ സാമൂഹ്യ സേവനം ചെയ്യുന്ന ആളാണെങ്കിൽ ആ നാട്ടുകാർക്കെല്ലാം ഇദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഉപകാരങ്ങൾ ഇല്ലാതെയായി പോകും. അതുകൊണ്ട് അദ്ദേഹത്തെ വധിച്ചു കളയുക എന്നത് തീർത്തും നിരാകരിക്കേണ്ടതാണ്. ഒരു നിലക്കും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്ന മറ്റൊരു ന്യായം. എന്നാൽ ഇതിൽ വളരെ വിചിത്രമായ സംഗതി എന്ന് പറയുന്നത്, ഈ ഘാതകൻ, ക്രൈം ചെയ്ത ആൾ, ഇദ്ദേഹത്തിന് മാത്രമല്ലല്ലോ ആശ്രിതരുള്ളത്, ഇദ്ദേഹത്തിന് മാത്രമല്ലല്ലോ കുടുംബക്കാരും പുത്രന്മാരും നാട്ടുകാരും ഉള്ളത്. ഇവിടെ ഒരു വ്യക്തി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിഷ്ഠൂരമായിട്ട്
നിരപരാധിയായ ഒരാളെ കൊല ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളോ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അത് പരിഗണിക്കണ്ടേ? ആ ഒരു ഭാഗം പരിഗണിക്കാതെ ഒരു വിഷയം മാത്രം എടുത്ത് അതിനെ അവലോകനം ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് യുക്തിചിന്തയിൽ വന്ന വലിയൊരു തെറ്റാണ് ഈ ഒരു ന്യായം എന്ന് പറയുന്നത്. നമ്മളൊരു വ്യക്തിയെ വധിച്ചു കളഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും മറ്റും വഴിയാധാരമായി പോകും എന്നത്. ഇവരുന്നയിക്കുന്ന മറ്റൊരു വാദമാണ് ഇത് വളരെ ക്രൂരമാണ്, പ്രാകൃതമാണ് എന്ന്. അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അതെ, തീർത്തും എന്നതാണ് നമ്മൾ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ശിക്ഷാരീതിയായിട്ട് വെക്കണമെന്നും പറയുന്നത്. മനുഷ്യനെന്ന് പറയുന്നത് ഹെഡോണിസ്റ്റ്, എപ്പോഴും പ്ലഷർ സീക്കിംഗ് ആനിമൽ, ആനന്ദം കണ്ടെത്തുന്ന, എപ്പോഴും സന്തോഷം ലഭിക്കണം, ഹാപ്പി ആയിട്ട് ജീവിക്കണം, എനിക്ക് സുഖം ലഭിക്കണം എന്ന് ചിന്തിക്കുന്ന രീതിയാണ് മനുഷ്യനുള്ളത്. അപ്പോൾ തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അപരനെ വധിച്ചു കളയുന്നത്. തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് അപരനെ വധിച്ചു കളഞ്ഞാൽ ഞാൻ തന്നെ ഇല്ലാതെയായി പോകും, എൻ്റെ കുടുംബത്തിന് വലിയ പ്രശ്നങ്ങൾ വരും, എനിക്ക് ക്രൂരമായ ശിക്ഷയായിരിക്കും ലഭിക്കുക. ഞാൻ എന്തുദ്ദേശത്തിനാണോ ഈ പുറപ്പെടുന്നത്, എന്ത് പ്ലഷർ കിട്ടാനാണോ ഞാൻ പുറപ്പെടുന്നത്, അതിനേക്കാൾ വലിയ ടെൻഷനായിരിക്കും, വലിയ പ്രശ്നങ്ങളായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഈ ക്രൂരകൃത്യത്തിൽ നിന്ന് മാറി നിൽക്കുക. അതിനാണ് നമ്മൾ നേരത്തെ സജിർ എന്ന് പറഞ്ഞത്, ജനങ്ങളെ ഭയപ്പെടുത്തുക. ഈ ഒരു ശൈലിയാണ് ഇസ്ലാം വെക്കുന്നത്. അപ്പോൾ ഇത് ക്രൂരമാണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും വധിച്ചു കളയണമെന്നല്ല, ക്രൂരമായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് മുതിരരുത് എന്നതാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്രൈം റേറ്റ്, ഇന്നത്തെ രാജ്യങ്ങളുടെ ക്രൈം റേറ്റ് എടുത്ത് നോക്കിയാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, ഡെത്ത് പെനാൽറ്റി, വധശിക്ഷ നിയമമായിട്ടുള്ള രാജ്യങ്ങളിൽ പൊതുവെ ക്രൈമുകൾ കുറവായിരിക്കും. കാരണം അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പേടിയായിരിക്കും, ഞാനൊരു ക്രൈം ചെയ്താൽ അതേ രീതിയിൽ എനിക്കും ഇത് തിരിച്ചു ലഭിക്കും എന്ന ഭീതി. ഈ ഭീതിയില്ലാത്തത് കൊണ്ട് ജനങ്ങൾ എന്ത് ക്രൈമും ചെയ്യാൻ വേണ്ടി തയ്യാറാകും. ആരെ കൊന്നാലും കുഴപ്പമില്ല, ജയിലിൽ പോയാൽ നല്ല സുഭിക്ഷമായിട്ട് കടന്നുറങ്ങാം, നല്ല സുഖമായിട്ട് കടന്നിറങ്ങാം, സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ലഭിക്കും എന്നൊക്കെ വരുമ്പോൾ ജയിലൊരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റുകയും അവർ ഇത്തരം ത്രട്ടനിങ് ഇല്ലാത്തത് കൊണ്ട് ഏത് ക്രൈം ചെയ്യാനും തയ്യാറാകും എന്നതാണ്. ഈ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എടുത്തൊഴിവാക്കണം എന്ന് വാദിക്കുന്ന ആളുകൾ, അവരെ നമുക്ക് ചില അവസരങ്ങളിൽ വളരെ വ്യാകുലരായിട്ട് കാണാൻ പറ്റും. അവർ വളരെ ടെൻഷൻ അടിച്ചിട്ട് വ്യസനിച്ചിട്ട് പറയും, എന്താണ് ക്രൈം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മൾ എത്രയൊക്കെ ഉത്ബോധിപ്പിച്ചിട്ടും ജനങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ലല്ലോ, കൊലപാതകവും മറ്റും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഇവർ വ്യസനപ്പെടുന്നത് കാണാം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അർറജാഉ മാ ഖാറനഹു അമലുൻ വഇല്ലാ ഫഹുവ ഉംനിയത്തുൻ. പ്രതീക്ഷ, നിങ്ങൾക്ക് ഇവിടെ കൊലപാതകം നടക്കരുത്, ക്രൈം നടക്കരുത് എന്ന് പ്രതീക്ഷ വേണം. പക്ഷേ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്? മാ ഖാറനഹു അമലുൻ. നിങ്ങൾ അതിനുള്ള മുൻകരുതലുകൾ, അതിനുള്ള സ്റ്റെപ്സ്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതുകൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രതീക്ഷ എന്ന് പറയാവൂ. ഇല്ലെങ്കിൽ ഫഇല്ലാ ഫഹുവ ഉംനിയത്തുൻ, അത് വ്യാമോഹമാണ്. നിങ്ങൾ പ്രിക്കോഷൻസ് എടുക്കുന്നില്ല, പ്രിക്കോഷൻസ് എടുക്കാതെ അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്ന് ചിന്തിച്ചാൽ അത് വ്യാമോഹമാണ് എന്നതാണ് ഇത്തരം വാദക്കാരോട് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ഇസ്ലാമിൻ്റെ ശിക്ഷാരീതി അത് എന്താണ്, ആ പണിഷ്മെൻറ്റ് തിയറി എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ പലർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. നിയമ പുസ്തകങ്ങളിൽ, ക്രിമിനോളജിയും പെനോളജിയും പറയുന്ന പുസ്തകങ്ങളിൽ ചിലരൊക്കെ പറഞ്ഞു ഇസ്ലാമിൻ്റെ ശിക്ഷാരീതി എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് പലർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടെ മാത്രം പറഞ്ഞിട്ട് നിർത്താം. പ്രധാനമായും 4 ശിക്ഷാരീതി തിയറികളാണ് ഉള്ളത്. ഒന്ന് ഡിറ്ററൻറ്റ് തിയറി ഓഫ് പണിഷ്മെൻറ്റ്. ഡിറ്ററൻറ്റ് തിയറി എന്ന് പറയുന്നത് നമ്മൾ ശിക്ഷ അതിഗൗരവമാണ് എന്ന് കാണിച്ചുകൊണ്ട് ജനങ്ങൾ അതിൽ നിന്ന് മാറ്റി നിർത്തുക. ഇതാണ് ഡിറ്ററൻറ്റ് തിയറി പറയുന്നത്. മറ്റൊന്ന് റെട്രിബ്യൂട്ടീവ് തിയറി എന്ന് പറയുന്നത് എന്ത് ക്രൈം ചെയ്തോ അതേ രീതിയിലുള്ള ക്രൈം തന്നെ തിരിച്ചു നൽകുക. ഇതാണ് റെട്രിബ്യൂട്ടീവ് തിയറിയുടെ കൺസെപ്റ്റ്. മൂന്നാമത്തത് പ്രിവെൻറ്റീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റ്. പ്രിവെൻറ്റീവ് തിയറി എന്ന് പറയുന്നത് കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ തടങ്കലിലാക്കുക, അവരെ സമൂഹത്തിലേക്ക് വിടാതിരിക്കുക എന്നതാണ്. നാലാമത്തെ തിയറിയാണ് റിഫോർമേറ്റീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റ്. ആ വ്യക്തിയെ സംസ്കരിച്ച് വീണ്ടും സമൂഹത്തിലേക്ക് തന്നെ നല്ല വ്യക്തിയായിട്ട് കൊണ്ടുവരിക
ഇങ്ങനെ പ്രധാനമായും 4 തിയറികളാണുള്ളത്. 8 ഒക്കെ നമുക്ക് പറയാൻ പറ്റും, പ്രധാനമായിട്ട് 4 ഇതിലേതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തിയറി? ചിലർ പറഞ്ഞു ഇസ്ലാം പറയുന്നത് റെട്രിബ്യൂട്ടീവ് തിയറിയാണ്, മറ്റുള്ള ചിലർ എഴുതിയത് ഡിറ്ററൻ്റ് തിയറിയാണ് എന്നതാണ്. എന്നാൽ ഇതൊന്നുമല്ല ഇസ്ലാം പറയുന്നത്. ഇസ്ലാം പറയുന്ന ശിക്ഷാരീതി എന്ന് പറയുന്നത് ഇസ്ലാമിക്, അതിനങ്ങനെ പേര് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ എല്ലാ തിയറികളുടെയും അംശങ്ങൾ അതിലുണ്ട്. ഇതെല്ലാം വ്യത്യസ്ത അനുപാതങ്ങളിൽ കൂട്ടിച്ചേർത്ത് വിളക്കിയെടുത്ത ഒരു ശിക്ഷാരീതിയാണ് ഇസ്ലാമിലുള്ളത്. ഡിറ്ററൻ്റ് തിയറിയുടെ അംശങ്ങൾ അതിലുണ്ട്, റെട്രിബ്യൂട്ടീവ് തിയറിയുടെ അംശങ്ങളുണ്ട്, പ്രിവെൻറ്റീവ് തിയറിയുടെ അംശങ്ങളുണ്ട്, അതുപോലെ റിഫോർമേറ്റീവ് തിയറിയുടെ അംശങ്ങളും ഇസ്ലാമിക നിയമങ്ങളിലുണ്ട്. റിഫോർമേറ്റീവ് തിയറി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് തൻ്റെ സഹോദരനിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു വ്യക്തിയിൽ നിന്ന് നിയമപരമായിട്ട് പ്രതികാരമെടുക്കാനുള്ള യോഗ്യത അർഹതയുണ്ടെങ്കിൽ അത് അദ്ദേഹം മാപ്പാക്കി കൊടുക്കുന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മതകീയ ജീവിതത്തിന് ആഖിറത്തിന് വലിയ പ്രതിഫലമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തിയെ തിരിച്ചു കൊല്ലാതെ അദ്ദേഹത്തിന് അഫ്വ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ഇസ്ലാമിൽ തന്നെ കൺസെപ്റ്റ് ഉണ്ട്. ചിലരൊക്കെ പറഞ്ഞത് ഇസ്ലാമിൽ തീരെ റിഫോർമേറ്റീവ് തിയറിക്ക് യാതൊരു സാധ്യതയും ഇല്ല എന്നതാണ്. അവർ ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായിട്ട് സമഗ്രമായി മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ശിക്ഷാരീതികൾ അത് തീർത്തും സമ്പൂർണമാണ്, യുക്തിപരമാണ്, ശാസ്ത്രീയമാണ് എന്ന് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഖിസാസിനെ കുറിച്ച് പറഞ്ഞെടുത്ത് യാ ഉലിൽ അൽബാബ്, ലുബ് എന്ന് പറഞ്ഞാൽ കടഞ്ഞെടുത്ത ബുദ്ധിക്കാണ് പറയുക. എല്ലാ കേടുപാടുകളും ഒഴിവാക്കി സംസ്കരിച്ചെടുത്ത സാധനത്തിനാണ് ബുദ്ധി. ഇത്തരത്തിലുള്ള ബുദ്ധിയുള്ള ആളുകളെ നിങ്ങളിത് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്കിത് റെഡിയാണെന്ന് ശരിയാണെന്ന് മനസ്സിലാകും എന്ന് വിശുദ്ധ ഖുർആൻ ഖിസാസിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞതും ഈ ഒരു കാര്യത്തിനാണ്. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജസല്ലാഹു അന്നാ അഹ്മദൻ ഖൈറ മാ ജസാ ഫമുദ്ജാഅനാ ബിൽ ഹഖ് ഫൽ ഹഖ് വബിൽജ്.